ഏകദേശം 27 തവണയാണ് ഇതിനകം ഇലക്ട്രൽ ബോണ്ടുകൾ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ 27 തവണ വിതരണം ചെയ്യപ്പെട്ട ഇലക്ട്രൽ ബോണ്ടുകളും അസാധുവാണ് എന്ന് സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നു. കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയല്ലേ? കേന്ദ്ര സർക്കാരിന് തിരിച്ചടി എന്ന് ഈ വിധിയിൽ പറയുന്നില്ല. പക്ഷേ ബി.ജെ.പിക്ക് തിരിച്ചടി എന്ന ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയുന്ന തരത്തിലാണ്. കാരണം സമാഹരണം കൂടുതൽ നടത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് വഴി കൂടുതൽ പണം എത്തിയിരിക്കുന്നത് ബി.ജെ.പി എന്ന രാഷ്ട്രീയ പാർട്ടിയിലേക്കാണ്. കേന്ദ്ര സർക്കാരിന് തിരിച്ചടി എന്നതിനേക്കാളും ബി.ജെ.പി എന്ന പാർട്ടിക്കാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് വന്നിരിക്കുന്നത്. അവർക്ക് ഇതൊരു തിരിച്ചടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ബി.ജെ.പിക്ക് മാത്രമാണോ പണം കിട്ടിയിരിക്കുന്നത്? ബി.ജെ.പിക്ക് മാത്രം അല്ല പണം കിട്ടിയിരിക്കുന്നത് എന്ന ഒരു വസ്തുത കൂടി ഇതിലുണ്ട്. കോൺഗ്രസിന് കിട്ടിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ വർഷം 171 കോടിയാണ്. തൃണമൂൽ കോൺഗ്രസിന് 325 കോടി, ടി.ഡി.പിക്ക് 34 കോടി, വൈ.എസ്.ആർ കോൺഗ്രസിന് 52 കോടി, ബി.ജെ.ഡിക്ക് 152 കോടി, ഡി.എം.കെക്ക് 185 കോടി, ആം ആദ്മി പാർട്ടിക്ക് 45 കോടി എന്നിങ്ങനെ പോകുന്നു കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ. അതിന് തൊട്ട് മുമ്പത്തെ വർഷത്തെ കണക്കുകളും സമാനമായ രീതിയിലുണ്ട്. ഡി.എം.കെക്ക് ഇരട്ടിയിലധികം കിട്ടിയ അല്ലെങ്കിൽ കോൺഗ്രസിന് ഇരട്ടിയിലധികം കിട്ടിയതായിരുന്നു 2021-22 വർഷത്തെ കണക്ക്. രാഷ്ട്രീയ കക്ഷികൾക്ക് ധനസമാഹരണത്തിനുള്ള അവസരം എന്ന തരത്തിലാണ് ഫിനാൻസ് ബില്ലിലൂടെ ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവരുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴി ബോണ്ട് ഇറക്കുന്നു. 1000, 10,000, 1 ലക്ഷം, 10 ലക്ഷം, 1 കോടി ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ബോണ്ട് തുകകൾ ആണ് നിശ്ചയിച്ചിരുന്നത്. ഇത് വാങ്ങുകയും രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനയായി നൽകാൻ കഴിയും. നികുതി ഇളവ് 100% കിട്ടുന്നതിനാൽ വ്യക്തികളും അതുപോലെ തന്നെ ഗ്രൂപ്പുകളും ഒക്കെ വിപുലമായി തന്നെ ഈ അവസരം ഉപയോഗിച്ചു എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഇതിൽ ഏറ്റവും അവർക്ക് അനുഗ്രഹമായി മാറിയത് ബോണ്ടുകൾ സ്വീകരിക്കുന്നവരുടെ വ്യക്തിവിവരങ്ങൾ തികച്ചും സ്വകാര്യമായി ബാങ്കും സംഭാവന ആർക്കാണോ നൽകുന്നത് ആ രാഷ്ട്രീയ കക്ഷിയും സൂക്ഷിക്കും. ആ രാഷ്ട്രീയ കക്ഷിക്ക് അറിയാൻ കഴിയും ആരുടെ കയ്യിൽ നിന്നാണ് ബോണ്ട് വാങ്ങിയത്, എത്ര തുകയാണ്. പക്ഷേ മറ്റൊരു രാഷ്ട്രീയ കക്ഷിക്ക്, എതിർ പാർട്ടിക്ക് അത് അറിയാൻ കഴിയില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ സൂക്ഷിക്കുകയും ഈ വിവരങ്ങൾ പബ്ലിക് ഡൊമൈനിലേക്ക് കൊണ്ടുവരാതിരിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണിത് ചോദ്യം ചെയ്യുന്നത്. ഈ ബോണ്ടുകൾ സ്വന്തമാക്കാനും കൊടുക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്. കാരണം KYC നൽകി ഒരു അക്കൗണ്ട് എടുക്കുക, അക്കൗണ്ട് എടുത്തതിന് ശേഷം സ്ഥാപനത്തിലെ ബോണ്ടുകൾ വാങ്ങുക, അങ്ങനെ വളരെ ക്ലെവറായി ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോസസ്സിനാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ഫുൾ സ്റ്റോപ്പ് വന്നിരിക്കുന്നത്. ഈ ആർക്കൊക്കെ വാങ്ങാൻ, ഞാൻ ഈ പാർട്ടികളുടെ കാര്യം പറഞ്ഞത് 1% 1951 റെപ്രസെന്റേഷൻ ഓഫ് ദ പീപ്പിൾസ് ആക്ട് 29A പ്രകാരം ആകെ പോൾ ചെയ്യുന്ന വോട്ടുകളുടെ 1% കിട്ടിയാൽ മതി നിങ്ങൾക്ക് ഇലക്ട്രൽ ബോണ്ട് വാങ്ങാം. ഏറ്റവും ചെറിയ പാർട്ടിക്കും ബോണ്ടുകൾ വാങ്ങിക്കൂട്ടാം. അതായത് കേരളത്തിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ, രാജ്യത്ത് അങ്ങനെ നോക്കുകയാണെങ്കിൽ CPIM, CPI തുടങ്ങി രാജ്യത്തെ ആകമാനമുള്ള ശരാശരി നോക്കുമ്പോൾ 5% താഴെ വോട്ട് വിഹിതമുള്ള പാർട്ടികൾക്കും ഈ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിക്കൂട്ടാൻ കഴിയും. ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ആയിരിക്കുമ്പോഴാണ് ഇലക്ട്രൽ ബോണ്ട് പദ്ധതി കൊണ്ടുവരുന്നത്. അതിനായി വരുത്തിയ മാറ്റങ്ങളാണ് ഇത് രാഷ്ട്രീയമായി ചർച്ചാ വിഷയമാക്കിയത്. അതായത് ധനനിയമം, ജനപ്രാതിനിധ്യ നിയമം, ആ 2 നിയമങ്ങളിൽ ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടി. പിന്നെ ധനബില്ലുകളിലൂടെ നിക്ഷേപ സമാഹരണം നടത്താവുന്ന സ്രോതസ്സായിട്ട് ഇത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന പ്രഖ്യാപനം 2018 വരുന്നു. അതിനുശേഷമുള്ള വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള വരുമാന വർധന അത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് BJPക്കാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇതിൽ കമ്പനീസ് ആക്ടിലും ഒപ്പം തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് എന്നിവയിലൊക്കെ കൊണ്ടുവന്ന ഭേദഗതി കൂടിയാകുമ്പോഴാണ് ഇത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത്. എന്തിനാണ് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തിയത്, അത് ആരെ സഹായിക്കാനാണ് എന്നുള്ള ചോദ്യങ്ങൾ വരുന്നു. അതിനുശേഷമാണ് CPIM-ഉം ഒപ്പം സന്നദ്ധ സംഘടനകളും ADR അടക്കമുള്ളവ ഈ പദ്ധതിയുടെ തന്നെ ഒരു ഭരണഘടനാ സാധുത അത് ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിലേക്ക് വരുന്നത്. ഇന്ന് കോടതിയിൽ നിന്ന് വന്ന വിധി എന്ന് പറയുന്നത് ഒരു ക്ലിയർ പിക്ചറാണ് തരുന്നത്. ഭരണഘടനാപരമായി നിലനിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്, സാധുതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്ന സംവിധാനം അതങ്ങ് നിർത്തിക്കോളാൻ പറയുന്നു. അതിൻ്റെ വിവരങ്ങൾ കൃത്യമായി കൈമാറാൻ പറയുന്നു. ഇതിൻ്റെ കണക്ക് കൂടി പറയാം. 2022-23 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1300 കോടി രൂപയാണ് BJPക്ക് ലഭിച്ചത്. കഴിഞ്ഞ വർഷം മാത്രം, ഒറ്റ വർഷം 2022-23 ഹയസ്റ്റ് വരുന്നത് ഈ കഴിഞ്ഞ വർഷമാണ്. അതിൽ ആകെ കിട്ടിയ 2022-23 സാമ്പത്തിക വർഷത്തിൽ BJP എന്ന പാർട്ടിക്ക് ആകെ കിട്ടിയ സംഭാവന 2120 കോടിയാണ്. അതിൻ്റെ 61% ആണ് ഈ ഇലക്ട്രൽ ബോണ്ട് വഴി അവർ സമാഹരിച്ചിരിക്കുന്നത്. അതുകൂടി വരുമ്പോഴാണ് ടോട്ടൽ ആകെ വരുമാനം എന്ന് പറയുന്നത് 2360 കോടിയിലേക്ക് ഉയരുന്നത്. അത് കഴിഞ്ഞ സാമ്പത്തിക വർഷം 2021-22 വെച്ച് നോക്കുമ്പോൾ അന്ന് 1917 അത് 2360 ഉയരുന്നു. കോൺഗ്രസിന് വലിയ തിരിച്ചടി നേരിട്ടു ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ എന്നുള്ളതും നമ്മൾ ഇതിനിടയിൽ കണ്ട കാര്യമാണ്. 171 കോടിയാണ് ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കോൺഗ്രസിന് കിട്ടുന്നത്. അതായത് BJPക്ക് കിട്ടിയതിൻ്റെ
ഒരു 7 മടങ്ങ് കുറവാണ്, അല്ലെങ്കിൽ 7 ഇരട്ടി BJPക്ക് കിട്ടിയെന്ന് ക്ലിയറായി പറഞ്ഞു വെക്കാം. അപ്പോൾ കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പുകളിൽ പണം ചെലവഴിക്കാൻ കഴിയാതെ പോയതിനെക്കുറിച്ചൊക്കെ, അല്ലെങ്കിൽ സംഭാവന കുറഞ്ഞതിനെ പറ്റിയൊക്കെ അവർ വലിയ രീതിയിലുള്ള പ്രസ്താവനകൾ ഈ കാലഘട്ടത്തിൽ നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. 2021-22 236 കോടി കോൺഗ്രസിന് കിട്ടിയിരുന്നു. പക്ഷേ അത് തൊട്ടടുത്ത സാമ്പത്തിക വർഷമാകുമ്പോൾ 171 കുറയുകയാണ്. ഇതിൽ കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയാണോ എന്ന ചോദ്യത്തിന് പാർട്ടിക്ക് കിട്ടുന്ന, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് കിട്ടുന്ന സംഭാവനയിൽ വരുന്ന കുറവ് എന്ന് പറയുന്ന രീതിയിൽ കേന്ദ്രത്തിന് തിരിച്ചടിയാണ് എന്ന ഒരു വ്യാഖ്യാനത്തിലേക്ക് എത്താം. അല്ലാതെ കേന്ദ്രത്തിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിലേക്ക് എത്തിയ ഹർജികളിൽ വരുന്ന എതിർവിധി എന്ന തരത്തിലും കേന്ദ്രത്തിന് തിരിച്ചടിയാണെന്ന് പറയാം. ആ രണ്ട് വ്യാഖ്യാനങ്ങൾ ഇതിൽ നിലനിൽക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കള്ളപ്പണം നിയന്ത്രിക്കാൻ തെരഞ്ഞെടുപ്പ് ബോണ്ട് എന്ന ആ ഒരു വാദം തെറ്റാണെന്ന് തെളിയുകയാണ് ഈ കോടതി വിധിയിലൂടെ എന്നതാണ് അതിലെ ഏറ്റവും പ്രസക്തമായ കാര്യം. പിന്നെ അറിയാനുള്ള അവകാശം അത് രാഷ്ട്രീയ പാർട്ടികളിൽ BJP മാത്രമല്ല, DMK അടക്കമുള്ള ഇന്ത്യ മുന്നണിയിലെ വലിയ കക്ഷികൾ എന്ന് അവകാശപ്പെടുന്ന തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളും ഈ സംഭാവന വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഇലക്ട്രൽ ബോണ്ടിൽ തട്ടാത്തവരില്ല എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ആ പാർട്ടികളും അവർക്ക് കിട്ടിയ ഫണ്ട് എത്രയാണ് എന്നത് കൂടി വ്യക്തമാക്കിയത്. അപ്പോൾ BJP മാത്രമല്ല ഇലക്ട്രൽ ബോണ്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വിലയിരുത്തലിലേക്ക് നമ്മൾ എത്തേണ്ട. എല്ലാവരും അതിൻ്റെ പങ്ക് പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഗുണഭോക്താക്കൾ ആയിട്ടുണ്ട്. വ്യക്തികളെക്കാൾ സ്വാധീനം ഈ സംഭാവന ചെയ്യുന്ന കമ്പനികൾക്ക് ഈ രാഷ്ട്രീയ പാർട്ടികളിൽ നേടാൻ കഴിയും എന്ന ഒരു കാര്യം അത് സമർത്ഥിക്കപ്പെട്ടിരിക്കുകയാണ് സുപ്രീം കോടതിയിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ ഞാൻ നോക്കി കാണാൻ ആഗ്രഹിക്കുന്നത് 2017 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, 2018 പ്രഖ്യാപിക്കുന്നു. വെബ്സൈറ്റിൽ ഇത് പ്രസിദ്ധപ്പെടുത്തുന്ന ആ ഒരു ദിവസത്തിനായാണ്. ഓരോരുത്തർക്കും മാർച്ച് 31 ഓരോരുത്തർക്കും എത്ര കിട്ടി, ആരിൽ നിന്നൊക്കെ കിട്ടി, അതിൽ വൻകിട കുത്തക കമ്പനികളുണ്ടോ, അങ്ങനെ കമ്പനികൾ ഇല്ല എങ്കിൽ ഇപ്പോൾ കേന്ദ്രത്തിന് തിരിച്ചടി എന്ന് പറയുന്നവർക്ക് മറിച്ച് പറയേണ്ട ഘട്ടവും വരും. നിലവിൽ ഇന്നത്തെ സുപ്രീം കോടതി വിധി അനുസരിച്ച് അത് BJP എന്ന പാർട്ടിക്കും കേന്ദ്ര സർക്കാരിനുമുള്ള ഒരു മുന്നറിയിപ്പാണ്, തിരിച്ചടിയാണ്. Meet the editors.